ിക്ക് 160, 170 വിറ്റിന്ന കന്ന് ഇന്ന് 16, 17 17,000 ഉറുപ്പ്യക്ക് നിൽക്കില്ല. ഞാൻ വിൽക്കുന്ന കാലത്ത് എനിക്ക് 8 ഉറുപ്പ്യക്ക് ഞാൻ ഇറച്ചി കിട്ടുന്നത് 1 കിലോ പരപ്പനങ്ങാടിയില്. ഞാൻ നിൽക്കുന്ന വാണിയംകുളം ചന്തയിലാണ്. അതായത് വ്യാഴാഴ്ചയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകൾ വാണിയംകുളം ചന്ത. നമുക്ക് വാണിയംകുളം ചന്തന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. രാവിലെ 7 മണിക്കാണ് തിരക്കും കാര്യങ്ങളൊക്കെ. കാണുന്ന വണ്ടികളുടെ തിരക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോത്തുകളെ വാങ്ങാൻ വന്നതും പോത്തുകളെ ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വന്ന വണ്ടികളുണ്ടാവും. ചന്ത പുറത്തും അവിടെ ബാക്കിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതല്ല. അപ്പൊ നമുക്ക് വാണിയംകുളം ചന്തന്റെ വിശേഷങ്ങൾക്ക് പോവാം. എത്രയോ 100-200 വർഷം പഴക്കമുള്ള ചന്ത വാണിയംകുളം ചന്ത. ഈ ചന്തയെ ആയിരക്കണക്കിന് കൊല്ലം പഴക്കുന്നതാണ് കാരണന്മാരൊക്കെ പറയുന്നത്. പൂർവികന്മാരായിട്ട് നിൽക്കുന്ന ഏറ്റവും കേരളത്തിലെ പ്രബലമായ ചന്തയാണ് വാണിയംകുളം ചന്ത. അപ്പോ എത്ര വർഷമുണ്ടോ ഈ ചന്തന്റെ? ഇത് ഏകദേശം ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. ഞങ്ങളൊക്കെ കാരണന്മാരായിട്ട് തന്നെ ചന്ത ഉണ്ട്. എന്തായാലും ആനച്ചന്തയായിരുന്നു പറയുന്നുണ്ട്. പഴയ കാലത്ത് ആന വിറ്റിരുന്ന ചന്തയാണെന്നാ പറയുന്നത്. പൂർവികന്മാരുടെ ചരിത്രത്തിൽ ഇത് പഴയ രാജാക്കന്മാരുടെ കാലത്ത് ഒരു ചന്തയുണ്ട്. എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രബലമായ ചന്തയാണ്. അന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഏകദേശം സാധനം ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന അത്തരം സാധനങ്ങളെ മറ്റുള്ള കേരളത്തിലെ ചന്തയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ എല്ലാ വ്യാഴാഴ്ചയാണ്. എല്ലാ വ്യാഴാഴ്ചയും എങ്ങനെ ലക്ഷക്കണക്കിന് അങ്ങനെയല്ല, ആയിരക്കണക്കിനൊക്കെ പറയാം. 100 കണക്കിന് പോത്തുകൾ എല്ലാ ജാതി സാധനങ്ങളും ഇറങ്ങും. 4 കാലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇറങ്ങും. ആട് വരുന്നുണ്ട് ചൊവ്വാഴ്ച. അതുമാതിരി ആന, മോര്, പോത്ത് അങ്ങനെ എല്ലാ സാധനങ്ങളും സുലഭമായി കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് വേറെ ഹോൾസെയിൽ എടുത്തിട്ട് ആൾക്കാർ സപ്ലൈ ചെയ്യുന്നത് മറ്റുള്ള ചന്തകൾക്കൊക്കെ. പിന്നെ ഇതിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളെ പെരുമ്പിലായി ചന്ത, കുഴമന്നം ചന്ത, കൊള്ളനൂർ ചന്തയൊക്കെ ഞങ്ങളുടെ അണ്ടറിലുള്ള, ഞങ്ങളുടെ അസോസിയേഷന്റെ അണ്ടറിലുള്ള ചന്തകളാണ്. മഞ്ചേരി ഇത് നല്ല സുഖകരമായ ചന്തയാണ്. വന്നു പോകാനും പിടിക്കാനും ഒക്കെ യാത്രാ സൗകര്യം ഗവൺമെന്റും കൂടി നടത്തുന്ന ചന്തയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയാണ് പാലക്കാട് ജില്ലയിലെ വലിയ ചന്തകളൊന്നും ഒന്ന് കുഴമന്നുണ്ടെങ്കിൽ ഒന്ന് പെരുമ്പായുണ്ട്. ഏറ്റവും സുഖമായ ഗവൺമെന്റുമായി ഡിപ്പെൻഡ് ചെയ്ത് ചന്ത ഇതാണ് വാണിയംകുളം ചന്ത. നിങ്ങളെ ഓർമ്മയിലുള്ള നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടാവും? 74. ഓക്കെ. ഇവിടെ എത്ര കൊല്ലമായിട്ട് ഈ ചന്തയിൽ വരാൻ? 20 വയസ്സിൽ നിന്ന് ഈ ചന്തനെ ഓർമ്മയിലുള്ള ചന്തനെ കുറിച്ച് എന്താ ഞാൻ ചന്തയെ കുറിച്ച് പറയണേ? ഈ ചന്ത തന്നെ അന്നത്തെ ചന്തയല്ല അന്നത്തെ കൂടെ ഒക്കെ നിറയെ കച്ചവടം, ഇതിനൊക്കെ കച്ചവടം. ആ ചന്തയല്ല അന്നത്തെ ചന്ത ഇപ്പോഴത്തെ ചന്ത എന്താണ് ഒരു വ്യത്യസ്തമായിട്ട്? അന്ന് 2 ദിവസം ചന്ത, 2 ദിവസം ചന്ത, ബുധനാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച ഉച്ച വരെ. ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് കന്നുകളൊന്നും വിറ്റ് പോകുന്നില്ല. കാരണം പൊതുവെ വളരെ മോശമാണ്, മേഖലകളൊക്കെ തകർന്നു പോയി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് ഒരുപാട് പോത്തുകളെ വിറ്റ് പോയിട്ടുണ്ടാവുന്ന പറയുന്നത്. അപ്പൊ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന കൂലിയും കൂടി കിട്ടാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്മസിന്റെ ടൈമാണല്ലോ. ഈ ക്രിസ്മസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോത്തുകളെ വിറ്റ് പോകേണ്ട ടൈമായിരുന്നു. പക്ഷെ ഇത് പറയുന്നത് കച്ചവടമൊന്നും നടക്കുന്നില്ല, വളരെ മോശമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാണ് പറയുന്നത്. എല്ലാ മേഖലകളിലും ബിസിനസ് ഇപ്പോൾ താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ 7 വയസ്സ് 8 വയസ്സിലൂടെ വന്നിരുന്നു പറഞ്ഞാൽ അന്ന് കറുവത്തുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ സീനയുടെ ഒരു കുത്തിയിട്ട് അത് നശിച്ച് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നായിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് വരാം. അങ്ങനെ വന്നിരുന്നതാണ് ആ കാലത്ത് ചന്തയില്, മനസ്സിലായത്. അപ്പൊ അന്ന് മുതൽ ഇവിടെ വരുമ്പോ അന്നൊക്കെ ഇവിടെ ഹോട്ടല് ഇതിനൊക്കെ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ എത്ര ആളുണ്ടായിരുന്നു അറിയോ? ചന്ത വ്യാഴാഴ്ച ഇവിടെ കിട്ടാത്ത ഒരു വസ്തു ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഈ വാണിയംകുളം ചന്തയാണ്. കേരളത്തിൽ തന്നെ പറയാം.
എല്ലാ സാധനം ഇവിടുന്നാണ് കൊച്ചിക്കും കോഴിക്കോട്ടേക്കും ഒക്കെ സാധനങ്ങൾ ഇനിയിപ്പോ കയറ്റുമതി ചെയ്യണമെങ്കിലും കൊണ്ടുവരുന്ന ആ കാലത്ത് കുരുമുളക്, നെല്ല്, അടക്ക, പിന്നെ എല്ലാ സാധനം ഇവിടെ വന്നിരുന്നു. ഇവിടെ ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസമാണ് ഇവിടെ ചന്ത. ഇപ്പൊ ആഴ്ചയിൽ ബുധനും വ്യാഴം ഉണ്ട്. ബുധനാഴ്ച ഇവിടെ ഉണ്ട്. ഞായറാഴ്ചയാണ് ഇതിന്റെ ചന്ത മെയിൻ ആയിട്ടുള്ളത്. ആദ്യന്ത ചൊവ്വാഴ്ച. ഇപ്പൊ ആദ്യന്ത ചൊവ്വാഴ്ചയാണ്. ഇവിടെ ആന മുതൽ വിറ്റിരുന്ന സ്ഥലമാണ് ഇവിടെ. ആന, കുതിര, സ്വർണ്ണപ്പീടിയ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പോവാ പുരോഗതിയാണത്. അന്ന് 10 ലോഡാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറെക്കുറെ 65-70 ലോഡ് കന്ന് വരുന്നുണ്ട്. 70 ലോഡ്. ഈ 70 ലോഡ് കന്നിപ്പോ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കിട്ടുമല്ലോ. ഇപ്പോൾ തന്നെ ഇന്നത്തെ കന്നിന് ഒരു 70 ലോഡിന്റെ മേലല്ലാണ്ട് കുറയില്ല. എന്താ അതിലേക്ക 70 ലോഡിന്റെ മേലല്ലാതെ കുറയില്ല. അന്ന് ഞാൻ വരുന്ന കാലത്ത് 15 പൈസയും 20 പൈസയും പിരിക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് വന്നിട്ട് ഒരു 4 കാലിക്ക് മേടിക്കുന്ന 50 രൂപയാണ്. ഒരു വണ്ടിക്ക് 250 രൂപ. ഒരു കന്നി ഞങ്ങൾ കൊടുന്ന് വിറ്റ 250 റുപ്യാണ് ഇവര് വാങ്ങുന്നത്. 250 റുപ്യ ഞങ്ങൾ ഇന്ന് വാങ്ങുന്നുണ്ട്. ഇറക്കുമ്പോ 250 രൂപ. മനസ്സിലായില്ലേ? ഞാൻ വരുന്ന കാലത്ത് 15 പൈസ. അത് കഴിഞ്ഞിട്ട് 20-25 പൈസ റുപ്യ. അന്ന് ഈ 4 തൊട്ടുള്ള കാലത്തുകളിൽ ഇത് മേടിച്ചു. അതേമാതിരി അന്ന് ഞാൻ വരുമ്പോൾ അന്ന് ഒരു 160 റുപ്യക്ക് വിറ്റ കന്ന് ഇന്ന് 16,000 റുപ്യക്കില്ല. അത് വന്നിട്ട് സുമാർ ഒരു 7 വർഷം മുന്നേ. 30 വർഷം മുന്നേ ഈ ഒരു 4 കാലിക്ക് 160-170 വിറ്റിന്ന കന്ന് ഇന്ന് 16-17 ഇല്ല. 17,000 റുപ്യക്ക് നിൽക്കില്ല. ഞാൻ വിൽക്കുന്ന കാലത്ത് എനിക്ക് 8 റുപ്യക്ക് ഞാൻ ഇറച്ചി കിട്ടിയത്. 1 കിലോ പരപ്പനങ്ങാടിയില് 5 പെരക്ക മറ്റേ കോയക്കുട്ടിയാക്കണ്ടപ്പോ 8 റുപ്യക്ക് വിറ്റിരുന്നത്. നല്ല പരിപാടിയാ. 8 റുപ്യക്ക് ഞാൻ എൻ്റെ ഓർമ്മ 8 റുപ്യക്ക് ഞാൻ ഇറച്ചി മുറിച്ച് വിറ്റിരുന്നു. ഞാൻ വിറ്റിരുന്നു പരപ്പനങ്ങാടി. ഇവിടുന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോയിട്ട് അന്ന് 320 റുപ്യക്ക് മേടിച്ചാല് ഈ 600 അത്രയും കാലം. എനിക്കൊന്ന് 60 വയസ്സ്. മനസ്സിലായില്ല? അന്ന് ഞാൻ ഉണ്ടല്ലോ മമ്മിയാജി ഉണ്ടായിരുന്നു. അയാളൊന്ന് കോടീശ്വരനായിട്ട് അയാളൊന്നിട്ടില്ല. അതേമാതിരി ഒരു മമ്മിയാജിന്റെ മക്കളാണ് ഇപ്പൊ ഇതിൽ കച്ചവടം ഇപ്പൊ ചെയ്യുന്നത്. മനസ്സിലായില്ല? അതിലിപ്പോ ഇതൊരു മമ്മിയാജി എന്നുള്ള ഇതുവരെ കച്ചവടം ചെയ്തവരൊക്കെ പേര് ഇത് കച്ചവടം ഈ കട ഇപ്പോൾ ഇതിന്റെ ഓണറുടെ പേര് മമ്മിക്കാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ കടക്ക്. ഈ ഒരു കടക്ക് പ്രത്യേകത എല്ലാവരും മമ്മിക്കാന്ന് പറയുന്നത്. ഇതില് പിന്നെ ആളെങ്ങനെ ചേഞ്ച് ആയി വരുമല്ലോ. ഇതിന്റെ മുമ്പ് ഒരു മമ്മിക്കാന്റെ അടുത്താണ് ഈ കട ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു മമ്മിക്കാന്റെ അടുത്താണ് ഇപ്പൊ ഓൾറെഡി ഉള്ളത്. അതിന്റെ മുമ്പ് ഒരു 3 തലമുറക്ക് അതിന്റെ 3 മമ്മിക്കാരെ എനിക്കറിയാം. ഇപ്പൊ മമ്മിക്കാരന്റെ മക്കളുടെ അടുത്താണ് ഇപ്പൊ ഈ കട ഉള്ളത്. ഇത് ചരിത്രം പറഞ്ഞെങ്കിൽ ഒരു യൂട്യൂബിലൊന്നും ഒതുങ്ങൂല. അത്രയും പറയാനുണ്ട്. ഇല്ല മണിക്കൂറുകള്. അല്ലല്ല പണ്ടത്തെ ഇതൊക്കെ എങ്ങനത്തെ പരിപാടിയാണെന്ന് അതൊന്നും അന്നത്തെ ഇല്ലാതെ ഇതൊക്കെ 100 കൊല്ലം ബാക്ക് ഉണ്ടായിരിക്കും. തേക്കും കാല് അന്ന് നല്ല വീതിയിൽ അതാണ് ഒരു കൽക്കോല്. ചെറിയ കംപ്ലൈന്റുകൾ വരുമ്പോ ഇതിന്റെ ഒക്കെ ഇനി എങ്ങനെ നിന്നതാണ്ടോ പാമ്പുകളൊക്കെ ഉണ്ടാവും. ഇതിലും ബുദ്ധിയുള്ള പാമ്പൊക്കെ ഇതിലുണ്ടാവും. ആരും ഇത് മണ്ണ് കാട്ടാണല്ലോ. ഇത് കല്ലെന്നല്ല, ഇതൊക്കെ മണ്ണാണ്. വെറും മണ്ണാണ്. വേണ്ട വെറും മണ്ണാണ്.
ഇത് കല്ലെന്നല്ല. മുടക്കെ ഉണ്ടല്ലോ. അതന്നെ പാമ്പുകളൊക്കെ അതൊന്നും ആരും കാണിച്ചിട്ടൊന്നുമില്ല. ഇവിടുന്ന് ആർക്കും ഒന്നും അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല. അത് അവർക്ക് അറിയാം. ഇപ്പൊ ഞങ്ങൾ ഈ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇതില് പാമ്പുണ്ടാവും പിന്നെ അറിയാം. അല്ല അത് ഈ മണ്ണിന്റെതാവുമ്പോഴേ ഉണ്ടാവില്ല. അവർക്ക് കടക്കാനുള്ള സുഖല്ലേ. പാവപ്പെട്ട 1970-72 കാലഘട്ടത്തില് ഞങ്ങള് ചന്തയിൽ വരാൻ തുടങ്ങി. ഇന്നും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചന്തക്കില്ലേ അവിടെ ഇവിടെ ഒരു പടിയിലാണ് കന്ന്. അന്ന് 25 എന്റെ ഓർമ്മയിൽ 25 പൈസ ഒരു കന്നിനെ ഇറക്കാൻ കൊടുത്തിരുന്നത്. 25 പൈസ അന്നൊരു കന്നിനെ ഇറക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്. ഇന്നിപ്പോ ഒരു കന്ന് ഇവിടുന്ന് ഇറക്കണം 50 ഉറുപ്പ് കൊടുക്കണം. ഒരു കന്ന് ഇവിടുന്ന് കന്നുകൾ നിങ്ങളെ ഓർമ്മയിൽ എത്രക്ക് വാങ്ങിയിട്ടുണ്ടാവും ഒരു കന്നിനെ? ഇന്നിപ്പോ അന്ന് എന്റെ ഓർമ്മയിൽ 18 ഉറുപ്പാണ് ഒരു കിലോ ഇറച്ചിക്ക് വില. അപ്പൊ 50 കിലോ ഉള്ള ഒരു കന്നിന് എത്ര ഉറുപ്പ് കൊടുക്കാം? അന്നിപ്പോ നമ്മളെ അച്ഛൻ പറഞ്ഞ എത്ര 160 ഉറുപ്പ്യക്ക് എത്ര കന്ന് വാങ്ങി? അതന്നെ 160 ഒരു കന്ന്. ഇത് 2007-8 കാലത്ത് 40 ഉറുപ്പാണ് ഇറച്ചിക്ക് വില. 2007 അവിടുന്ന് 50 കിലോ 50 കിലോ ഉണ്ടോ? 160 രൂപയ്ക്ക് മേടിക്കുന്ന കാലത്ത് ഞാൻ മേടിച്ചിരുന്ന കാലത്ത് ഈ കന്നിന് 55-60 കിലോ ഉണ്ടാവും. 160 രൂപയ്ക്ക് മേടിക്കുന്ന കാലത്ത് അന്ന് തോലിന് വന്നിട്ട് 1300-1200 എന്ന് അദ്ദേഹത്തെ വന്നിട്ട് ഇന്ന് അതേ സ്ഥാനത്ത് തോലിന് 100 രൂപ 150 രൂപ 200 രൂപ ഇപ്പറില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അത് കംപ്ലീറ്റും ഈ മോഡി സർക്കാർ കേറിയതിന് ശേഷം ഈ സാധനത്തിന് തീരെ വിലല്ല. തോല് മനസ്സിലായില്ലേ? ഇറച്ചിക്ക് വില ഉണ്ട്. 280-260 തൊട്ടിട്ട് 380 രൂപ വരെ വെക്കുന്നുണ്ട്. 380 രൂപ വരെ വെക്കുന്നുണ്ട് ഇപ്പൊ ഇറച്ചിക്ക്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ചരിത്രങ്ങൾ. ഇതൊന്നല്ല ചോദിക്കാൻ വേണ്ടി അരിയുന്ന ഒരാള് ഒരു 50 വയസ്സുള്ള ഒരാളോട് ചോദിച്ചാൽ തന്നെ കുറെ അറിയണ്ട. ഒരു 70 വയസ്സുള്ള ഓർമ്മയുള്ളവരോട് അതൊന്നും പറയണ്ടാവും. കാരണം അതൊക്കെ അനുഭവങ്ങളാണ് അവരുടെ. ഇവിടെ മുള്ളിയിലക്കുരു, കാഞ്ഞിരക്കായ, കോഴി, ആട്, നൂല്, എല്ലാ മൃഗങ്ങളും, ആന, കുതിര, ഒട്ടകം, തരലും ഒക്കെ ഇവിടെ എല്ലാ കച്ചവടം അത് അന്നല ആ കാലത്ത്. അപ്പൊ കന്ന് പൂട്ട് കാലത്ത് ഇവിടുന്ന് പോത്തുകളെ കൊണ്ടുപോയിട്ടാണ് പിന്നെ ഈ നില കൊഴുതിയിരുന്നത്. അപ്പൊ ഇവിടെ ഈ ചന്തയിൽ തന്നെ അതിന് കരിനോഹൊക്കെ കെട്ടിയിട്ട് അതും ഇവിടെ കച്ചവടം ചെയ്യുന്നു. എന്തൊക്കെ കത്തി, മടാളുകള്, മുറം, പായ, ഇതൊക്കെ എന്തൊരു സാധനമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ സ്റ്റേഡിയം അതാണ് സ്റ്റേഡിയം. ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കാണ്. ഉദ്ഘാടനം കേട്ടില്ല. അതിന്റെ അപ്പുറത്ത് PK ദാസ് ഹോസ്പിറ്റലാണ് ഇപ്പൊ. അതൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. അതൊക്കെ ഒഴിഞ്ഞ തലേന്ന് അതിനൊക്കെ കച്ചവടം. ഇപ്പൊ വന്നതിന് ശേഷമാണ് ഇവിടെ കച്ചവടമായതും ആ ഹോസ്പിറ്റൽ ഈ ആദ്യം ആൾക്കാരൊക്കെ പഴയ